ഹായ് ഗായ്സ്, ഇന്ന് നമ്മളൊരു സൺഡേ വ്ളോഗ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ അമ്മയുടെ നാട്ടിലാണ് കേട്ടോ. ഇവിടെ നല്ല മഴയെല്ലായിട്ട് നല്ല പച്ചപ്പെല്ലാം ഇങ്ങനെ ഇതായിട്ടുണ്ട്. ഇപ്പം നന്ദു ഉണ്ട് എൻ്റെ കൂടെ. നന്ദും ഞാനും അമ്മയും ഇപ്പം തോട്ടത്തിലോട്ട് പോവുകയാണ്. അപ്പം ഇവിടെ താഴെയുള്ള വീടുള്ളത് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ തന്നെയാണ്. എൻ്റെ അമ്മയുടെ അനിയൻ്റെ വീടാണത്. ഇതിൻ്റെ താഴെ എൻ്റെ അമ്മമ്മേൻ്റെ ഏട്ടിയുടെ വീടാണ്. അങ്ങനെ ഇവിടെ മൊത്തം നമ്മുടെ റിലേറ്റീവ്സ് തന്നെയാണുള്ളത്. കുറച്ച് പോകാനുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന്. കുറച്ച് താഴെയാണ് തോട്ടം വരുന്നത്. അപ്പം നമ്മൾ പോവുകയാണ് തോട്ടത്തിലോട്ട്. നല്ല വഴുക്കുണ്ടായിരുന്നു, ഞാനൊരിക്കൽ ജാറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ തോട്ടത്തിലോട്ട് പോകാനായിട്ട് ഇരിക്കുകയാണ്. ഇവിടെ മൊത്തം കാട് പിടിച്ചിരിക്കുകയാണ്. അതാണ് എൻ്റെ അമ്മമ്മേൻ്റെ ഏട്ടിയിലെ വീട്. അപ്പം നമ്മൾ അങ്ങോട്ട് തോട്ടത്തിലോട്ട് പോയിട്ട് വരുമ്പോഴാണ് അങ്ങോട്ട് പോയത്. എന്നിട്ട് പിന്നെ നമ്മൾ തോട്ടത്തിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ നന്ദുവിനോട് ഓരോരോ കാര്യമെല്ലാം പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടൊക്കെ പോവുകയാണ്. അതാ കാണുന്നതാണ് നമ്മുടെ തോട്ടം. അവിടെ അടുത്തടുത്തായിട്ട് കുറേ തോട്ടങ്ങളുണ്ട്. നമ്മളുടെ മാത്രമല്ല, കുറേ ആളെ തോട്ടങ്ങളും ഉണ്ട് ഇവിടെ. ഇവിടെ നല്ല വഴുക്കും. അപ്പം അമ്മ താഴോട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ മൊത്തം പുല്ല് പിടിച്ച് ഇരിക്കുകയായിരുന്നു. അമ്മ കൊത്തി താഴോട്ട് പോവുകയാണ്. നന്ദും കഴിക്കുന്നുണ്ട്. ലാസ്റ്റ് പിന്നെ തെങ്ങിൽ തേങ്ങ ഉണ്ടോയെന്നൊക്കെ നോക്കിയാണ്. മൊത്തം തേങ്ങ എടുക്കാനാണ് നമ്മൾ അങ്ങോട്ട് പോയത്. നല്ല കൊതുകിൻ്റെ ശല്യവും ഉണ്ടായിരുന്നു. ഈ ഒരു പൂവിൻ്റെ പേരറിയുന്നത് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെയൊക്കെയാണ്. മഴ പെയ്ത് നല്ല വെള്ളമെല്ലാം ഉണ്ടായിരുന്നു. തോട്ടത്തിലും ചാലിലെല്ലാം നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇതാണ് താളിയിലയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിൽക്കുമ്പം നല്ല രസമാണ്. അത് കുറേ പ്രാവശ്യം നമ്മൾ അത് കളിച്ചു. നല്ല രസമാണ്. ഇങ്ങനെ അതിലൊന്നും ഇല്ല, കാരണം വെള്ളം മാത്രം അതങ്ങനെ നിൽക്കുന്നു. നല്ല രസമാണ്. ഇത് പണ്ടത്തെ കാലത്തെല്ലാം കളിച്ചവർ കുറേ, എൻ്റെ അമ്മയെല്ലാം പണ്ടത്തെ കാലത്ത് ഈ ഒരു ഉദ്ദേശിച്ചായിരുന്നു കൂടുതൽ കളിക്കാറുള്ളത്. നന്ദുവിൻ്റെ ആ ഒരു വെള്ളം കൊടുക്കുകയാണ്. ആ വെള്ളം പോവുകയെന്ന് കാണുമ്പോൾ നല്ല രസമാണത്. നല്ല മഞ്ഞളിൻ്റെ ഇലകളും ഉണ്ട്. ഇവിടെ നല്ല മഞ്ഞളിൻ്റെ ഇല, അങ്ങനെ കവുങ്ങ്, അതെല്ലാം ഉള്ളൊരു ഇതാണ്. നന്ദുവിൻ്റെ മുഖം കണ്ടത്, ഒരു വെള്ളം പോയിട്ടാകുമ്പോൾ അവൻ്റെ മുഖമാണ് അത് കാണുന്നത്. പിന്നെ ഇതാണ് മഞ്ഞളിൻ്റെ ഇല. ഇത് അടയെല്ലാം ചുടുമ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഈ ഒരു ഇലയിൽ ചുട്ടാൽ ഉണ്ടോ. മഞ്ഞളിൻ്റെ ഇലയാണ് ഇവിടെ കൂടുതലും ഉള്ളത്. പിന്നെ നമ്മൾ പോവുകയാണ്. കുറേ ഇത് കയറി ലാസ്റ്റ് അമ്മേൻ്റെ മുത്തമ്മയുടെ വീട്ടിലാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയിട്ടാകുമ്പോൾ ഇവിടെ എൻ്റെ അമ്മായി ഉണ്ടായിരുന്നില്ല. അമ്മമ്മയും എൻ്റെ മാമനുമാണ് അവിടെ ഉണ്ടായത്. അവിടെ കുറേ പൂച്ചനെല്ലാം വളർത്തും ഗൈസ്. പൂച്ച പിന്നെ കണ്ടോ, ഇതാണ് എൻ്റെ അമ്മേൻ്റെ മുത്തമ്മയുടെ, ഇതാണ് അമ്മേൻ്റെ മൂത്തമ്മ. അവിടെ അവരെന്തോ കത്തിക്കുന്നെന്തോ
തേനീച്ചക്കൂട് എന്തോ കത്തിക്കുന്നത്. ആ വെള്ള ഷർട്ടിട്ടാണ് എൻ്റെ മാമൻ രമേശൻ മാമൻ. അപ്പോൾ എന്നെ കളിയാക്കി വിളിക്കുക, ഒരു ഇരട്ട പേര് കളിയാക്കി വിളിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ആ കണ്ടതാണ് വയൽ കണ്ടം. അവിടെ നല്ല മഴയുണ്ടാകും, അവിടെ മഴപ്പൊലിമ എല്ലാം ഉണ്ടാകും. അവിടെ ചളിയിൽ ഡാൻസും എല്ലാം കളിക്കും, നല്ല ചളിയുണ്ട്, നല്ല പരിപാടികളുണ്ടായിനി. ഇതാക്കണ്ടോ, നല്ല മഴ പെയ്താലും ഇവിടെ മൊത്തം ചളിയായിരിക്കും. അതിലേ കൂടിയാണ് ചേരൂർ തൂക്കുപാലത്തിലോട്ട് പോകേണ്ടത്. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം അമ്മേൻ്റെ മാമൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കാറിലാണ് പോകുന്നത്. നന്ദു എൻ്റെ അമ്മേൻ്റെ മാമൻ്റെ മോനാണ്. അപ്പോൾ ചിൻചേച്ചി എന്ന് പറയുന്നത് അമ്മേൻ്റെ മാമൻ്റെ മോളാണ്. അപ്പോൾ അമ്മ അങ്ങോട്ട് പോകുന്നുണ്ട്. ചിൻചേച്ചിയും ഇതാണ് അന്നു, ഇത് ചിൻചേച്ചിയും ചെറിയ മോളാണ്. നല്ല രസമുണ്ടായിരുന്നു നമ്മളെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത് നമ്മുടെ കോളിയെടുക്കാണ് വീട്. അപ്പോൾ അടുത്ത കാഴ്ചയെല്ലാം ഇതാക്കിയാണ്. അന്നു നല്ല എന്തെല്ലോ പറഞ്ഞുകൊണ്ടും നല്ല ഇരിക്കുമ്പോൾ നല്ല കോമഡി, നല്ല തമാശയായിരുന്നു. പിന്നെ അവിടെ വയലാങ്കുഴി അമ്പലമുണ്ട്. ഇത് അങ്ങോട്ട് പോകുമ്പോൾ 2 അമ്പലം കിട്ടും നമുക്ക്. അതിൽ ഇപ്പോൾ കാണുന്നതാണ് ശിവപുരം ശിവക്ഷേത്രം, ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രം എന്ന് പറയുന്നത്. ഉണ്ടോ, ഇവിടെ 2 ദൈവങ്ങളായിട്ട് വരും, ശ്രീകൃഷ്ണനും ശിവനും. ശ്രീകൃഷ്ണൻ്റെ അമ്പലം താഴെയാണ്, ഇതിൻ്റെ തൊട്ട് താഴെയാണ് ശ്രീകൃഷ്ണൻ്റെ അമ്പലം. പിന്നെ ഇവരെ വീട്ടിൻ്റെ താഴെ തന്നെ ഉണ്ട് ഒരു അമ്പലം, അത് വയലാങ്കുഴി അമ്പലം എന്നാണ് അവിടെ പറയുക. പിന്നെ 2 മയിലുണ്ടായിരുന്നു, പെൺമയിലാണെന്ന് തോന്നുന്നു. പിന്നെ അത് കുറേ അർജൻറ്റീനേൻ്റെ ഫ്ലെക്സ് ഉണ്ടായിരുന്നു, അതെല്ലാം നല്ല രസമുണ്ടായി. ഇതാണ് വയലാങ്കുഴി ക്ഷേത്രം എന്ന് പറയുന്നത്. ഇതിൻ്റെ തൊട്ട് മീത്തയായിട്ടാണ് ഇവരെ വീട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് ചിൻചേച്ചി റെഡിയാകാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ചേരൂർ തൂക്കുപാലത്തിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ചിൻചേച്ചി ഒന്ന് റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞ് ചിൻചേച്ചി വരെ വീട്ടിലോട്ട് പോയിരുന്നു. ആ സമയത്ത് ഞാനും എല്ലാം കുറേ ഫോട്ടോ എല്ലാം എടുത്തു ഗൈസ്. കണ്ടോ, അവിടെ ഒരു ക്യൂട്ട് മുഖം. പിന്നെ ഞാൻ നന്ദുവിനെ കാണിച്ച് തരുമ്പോൾ അവന് ചിരിക്കുകയാണ്. ചിൻചേച്ചി ഡ്രസ്സെല്ലാം മാറ്റി വന്നു. പിന്നെ ഇതാണ് നന്ദു കളിക്കുന്ന സ്ഥലം, ഗ്രൗണ്ട് എന്ന് പറയുന്നത്. കണ്ടോ, പിന്നെയും അർജൻറ്റീനയുടെ ഫ്ലെക്സാണ്. അങ്ങനെ നല്ലൊരു സ്ഥലമാണ് ഇവിടെ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, മൊത്തം പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. നന്ദു ഇങ്ങനെ ചേരൂർ എത്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൂക്കുപാലത്തിൻ്റെ അടുത്ത് എത്തി. എന്നിട്ട് അവിടുന്ന് നല്ല റീൽസ് എല്ലാം എടുത്തു. പക്ഷെ ആ റീൽസ് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല കേട്ടോ. അതാണ് ചേരൂർ പുഴ എന്ന് പറയുന്നത്. ഇതിനെ പോയി ചന്ദ്രഗിരിയിൽ പോകും. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. കണ്ടോ, നല്ല ഈ വൈകിട്ടാകുമ്പോൾ നല്ല തിരക്കാണ്. ഇപ്പോൾ വണ്ടി ഇപ്പം എവിടുന്ന് എങ്ങനെ പാർക്ക് ചെയ്യണമെന്നൊന്നും അറിയില്ല. രാത്രിയാകുമ്പോൾ നല്ലോണം തിരക്കുണ്ടാവും. ഒരു 6 മണിയെല്ലാം ആകുമ്പോൾ നല്ല തിരക്കാണ് ഇവിടെ. ഒരു 4 മണി ആ ഒരു സമയത്താണ് നമ്മൾ പോയത്. കണ്ടോ, ഇതാണ് ചേരൂർ പുഴ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്, തൂക്കുപാലത്തിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നല്ല സെറ്റപ്പൊക്കെ വന്നു. എന്തെല്ലോ ചിക്കൻ സ്റ്റിക്ക്, സ്വീറ്റ് കോൺ എല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ തൂക്കുപാലത്തിലോട്ട് പോകാനായിട്ട് വെയിറ്റിയാണ്. അപ്പോഴേക്കും നല്ല മഴ പെയ്തു. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ ഡാൻസിൻ്റെ റീൽസ് എടുക്കുമ്പോഴാണ് നല്ല മഴ പെയ്തത്. അപ്പോൾ അത് പകുതിയാക്കി നമ്മൾ വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് പുഴയിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അത് ഞാനിവിടെ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാനിതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നന്ദു എന്തെല്ലോ കാര്യമൊക്കെ പറഞ്ഞ് പോവുകയാണ്. അവർ ബാക്കിൽ മുമ്പേ പറഞ്ഞ് അവർ ബാക്കിൽ മെല്ലെ അവരെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾ വേഗം പോകും. അപ്പോൾ ഇതാണ്
രസമുണ്ടായിരുന്നു. ഇങ്ങനെ നല്ലോണം ആടുന്നുണ്ടായിരുന്നു. വീഡിയോയിൽ എത്ര കാണുന്നില്ലെങ്കിലും നമുക്കവിടെ അതിൻ്റെ മീത്ത് നിന്നാലും നമുക്ക് ആ ഒരു അനുഭവം അറിയാൻ പറ്റും. അതാണ് എല്ലാ വീഡിയോയിലും ഈ ഒരു തൂക്കുപാലത്തിനെ കുറിച്ച് പറയുന്നത്. ചേരൂർ തൂക്കുപാലത്തിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ കുറേ ആൾ അപ്പുറത്തോട്ട് അക്കരയ്ക്ക് പോയിട്ട് ഇക്കരയ്ക്ക് വരുന്നതാണ്. പിന്നെ ഇക്കരയിൽ നിന്ന് അക്കരയ്ക്കും പോകുന്നത്. അപ്പം അന്നൂന് പോകാൻ പേടിയാണ്. അങ്ങനെ നല്ല രസമുണ്ട് അവൾ പോകുന്നത് കാണുമ്പോൾ തന്നെ. നന്ദുവിനൊരു പേടിയില്ല ഗൈസ്, അവൻ പോകുന്നുണ്ട് കണ്ടോ. വേഗം കാറിനൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്, മഴ പിടിച്ചിട്ടുണ്ട്. അവിടെ കണ്ടോ ഗൈസ്, അതാണ് നല്ല അവിടുത്തെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അതാണ് നല്ല അടിപൊളി പ്ലേസ് ആണ് ആ ഒരു കാണുന്നത്. കുറേ ആളിവിടുന്ന് റീൽസും എല്ലാം ചെയ്യുന്നു. നന്ദി നോക്കുകയാണ്, കാലോട്ട് നോക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. നല്ല തണുത്ത കാറ്റെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടോ മഴ നല്ലോണം പിടിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഡാൻസിൻ്റെ റീൽ എടുക്കാറിഞ്ഞിട്ട് നമ്മൾ ഫോൺ എടുത്തിട്ട് പകുതി ആകുമ്പോൾ നല്ല മഴ പെയ്തു. അത് നമ്മൾ ആദ്യമേ ഷോപ്പിലോട്ട് അവിടെ ഒരു ഷോപ്പിലോട്ട് വന്നു. കണ്ടോ, ഇതാണ് മഴ പെയ്യുമ്പോൾ ഉള്ള ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. നല്ല അടിപൊളി, ആ ഒരു പുഴനെ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു. നല്ല അടിപൊളി വ്യൂ ആണ് അവിടെ. ഒരു ഇതെല്ലാം ആയിട്ട് ഷേപ്പിലെല്ലാം പോകുന്ന പോലെ നമുക്ക് തോന്നും. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയും അവിടെ. പിന്നെ നമ്മൾ ഈ ഒക്കുപ്പ എന്ന് പറയുന്ന ആ ഒരു ഷോപ്പിലോട്ട് വന്ന് നമ്മൾ നല്ല ചിക്കൻ സ്റ്റിക്കും എല്ലാം കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അവിടെ അവിൽ മിൽക്കും 40 രൂപയാണ് ഒരു അവിൽ മിൽക്കിന്. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം ചിൻ ചേച്ചിയെല്ലാം ഒരു കാറിൽ പോയി. നമ്മളിപ്പോൾ നടന്ന് പോകേണ്ട ദൂരമേ ഉള്ളൂ ഇപ്പോൾ നമുക്ക്. അങ്ങനെ ഇപ്പം നമ്മൾ നടന്ന് പോവുകയാണ്. നല്ല ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാർസലെല്ലാം മേടിച്ചിട്ടായിരുന്നു നമ്മൾ പോയത് വീട്ടിൽ നിന്ന് കഴിക്കാറിഞ്ഞിട്ട്. ഇതാണ് നമ്മുടെ വേറൊരു തോട്ടം. ഇത് വേറെ ആളെ തോട്ടമാണ്. അതിലേ കൂടി നമ്മൾ പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ വയലാണ് കണ്ടോ. ഇവിടെ എല്ലാം മഴ പെയ്ത് നല്ല കുറച്ചങ്ങോട്ട് പോയാൽ അവിടെ എന്താ ചാലുണ്ട്. ചാലിലെല്ലാം ഇപ്പോൾ നല്ല വെള്ളമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോവുകയാണ്. അപ്പം അമ്മ ഇടുകയും അവിടെ കറണ്ട് ഉണ്ട് എന്നെല്ലാം പറയുകയാണ് ചെയ്യുന്നത്. കുറച്ചും കൂടി അങ്ങോട്ട് കുറച്ചൊരു നടക്കണം, നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. പക്ഷെ ഇവിടെ കുറച്ച് നടക്കാനുണ്ടെന്ന് തോന്നുന്നേ ഇല്ല. കാരണം അത്രയ്ക്കും ഭംഗിയാണ് ഇതിലേ കൂടി നടക്കാൻ വേണ്ടി. അങ്ങ് ആ ഒരു കാണുന്ന ആ ഒരു ഭാഗത്താണ് തോടുള്ളത്. അപ്പം നമ്മൾ പണ്ട് നമ്മൾ ഇവിടെ നിന്ന് താമസിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കുന്നവഴിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് വെച്ചുമ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോഴും ആ തോട്ടിലോട്ട് നനക്കാൻ വേണ്ടി പോകും. നല്ല രസമാണ്. ഇവിടെ കുറേ മഞ്ചാടിയും മീനും ഒക്കെ ഉണ്ട്. പിന്നെ ഇതെല്ലാം ആ തോടിന്ന് വരുന്ന ആ വെള്ളമാണ്. ഇത് ഒന്നിച്ച് നേരെ ആ ചേരൂർ പുഴയിലോട്ട് പോയി ഇതാ ചെയ്യും. ഞാനപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഒരു ഭാഗത്തു നിന്നാണ് ഇത് വരുന്നത് തോടുള്ളത്. നല്ല ക്ലിയറാണ് കേട്ടോ, ഇന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മഴയില്ലാത്ത സമയത്ത് നല്ല രസമാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കാലൊന്ന് അങ്ങോട്ട് പോയാൽ നേരെ ആ വെള്ളത്തിലോട്ട് പോകും. അത്രയ്ക്കുള്ള ചെറിയ വഴിയാണിത്. അങ്ങനെ പോവുകയാണ്. നമ്മൾ എത്താനായി കുറച്ച് സമയമുള്ളൂ. ഇവിടെ നിന്നാണ് വേറെ തോടുന്ന് വെള്ളം വരുന്നത്. കുറച്ചങ്ങോട്ട്
അങ്ങോട്ട് പോയാൽ ആ തോട് കാണും. അങ്ങനെ 3 ഇതായിട്ട് ആ തോട്ടിൽ നിന്ന് വെള്ളം പോകുന്നുണ്ട്. 3 മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തുനിന്നും ആ തോടിൽ നിന്ന് വെള്ളം പോകുന്നുണ്ട്. അത് ഞാൻ എടുത്തിട്ട് അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ താഴെ കൂടി ഇങ്ങനെ കയറിയാണ്. നല്ല വഴുക്കുണ്ടായിരുന്നു, നല്ല ജാറിപ്പോയിരുന്നു. അങ്ങനെ പോവുകയാണ് നമ്മൾ. അമ്മ നല്ല തിരക്ക് പിടിച്ച്, സമയം 6 മണിയായി. നല്ല വിളക്ക് വെക്കണം എന്ന് പറഞ്ഞ് നമ്മൾ തിരക്ക് പിടിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ബാക്കി ഞാൻ ഡാൻസിൻ്റെ റീൽസ് ഞാൻ നാളെ ഇടാം കേട്ടോ. അത് കുറേ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. നല്ല മഴയെല്ലാം വരുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ നേരെ കിട്ടിയില്ല, നല്ല മഴ പെയ്തിരുന്നു. ഇതെല്ലാം നല്ല വഴുക്കായിരുന്നു. ഇങ്ങനെ കയറി പോവുകയാണ്. ഇതാ കാണുന്നതാണ് നമ്മുടെ വീട്ടിൻ്റെ ഇപ്പുറമുള്ളത്. അതായത് എൻ്റെ അമ്മേൻ്റെ അമ്മേൻ്റെ മാമൻ്റെ മോൻ്റെ വീടാണ് ആ കാണുന്നത്. ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. വീട്ടിൻ്റെ തൊട്ട് മുമ്പുള്ള ആ ഒരു ഇതാണ് കയറുന്നത്. ഇതിൽ കൂടിയാണ് നമ്മൾ വീട്ടിലോട്ട് വരുന്നത്. കണ്ടോ, ആ കാണുന്നതാണ് നമ്മുടെ വീട്. ഈ ഇപ്പം കണ്ട വീട് മറ്റേ വീടാണ്. നമ്മൾ മെല്ലെ നടന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെയെല്ലാം നല്ല വഴുക്കായിരുന്നു ഗൈസ്, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സൺഡേ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരിലും ബൈ.